ഒരുപക്ഷെ ചിത്ര ഇപ്പോൾ ചിത്രയുടെ ഭർത്താവ് വിനോദ് ചെന്നൈയിൽ വെച്ചൊരു പാർട്ടിയിൽ കണ്ടു കേട്ടോ. പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് വാസ് ജസ്റ്റ് ഡിന്നർ. ഓക്കെ, റൈറ്റ്. അത് കുറേ ലേറ്റ്. അത് ഞാൻ ചെന്നൈക്ക് പോയി ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വിനോദിനെ പരിചയപ്പെടുന്നത്. വിനോദിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. പ്രപ്പോസലായിരുന്നു അത്. പ്രപ്പോസലായിരുന്നു. വിനോദിനെ ഇഷ്ടപ്പെട്ടു അല്ലേ? വിനോദാണ് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്. അപ്പം ആദ്യമൊക്കെ ചിത്രം ഒന്ന് കുതറി മാറിയോ? ഒരു 2-3 ദിവസം, അതായത് 3 ദിവസത്തെ കൂടി പിടിച്ചേക്കാൻ പറ്റില്ല. അല്ല, അയാൾ ഇങ്ങനെ തല തിന്നുന്നുണ്ട്. സോറി, അങ്ങനെയല്ല. അങ്ങനല്ല, മോശർത്ഥത്തില്. നമ്മളെ കാസർഗോഡ് വരുന്നില്ല, അയാൾ തല തിന്നുണ്ടായപ്പോ അതുകൊണ്ട് ഞാൻ സമ്മതിച്ച അങ്ങനെ സമ്മതിച്ച. പക്ഷെ അവൻ കാണാൻ നല്ല സുന്ദരനായിരുന്നു, ഭയങ്കര ബോഡിയൊക്കെ ആയിരുന്നു, ശ്വാസനേക്കറെ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നാണ്. ഇപ്പൊ ശ്വാസനേക്കറിന്റെ മസിൽ പോലായി. ഞാൻ തീറ്റിച്ച് പക്ഷെ അതല്ല. ബട്ട് സീരിയസ്ലി ഹി വാസ് വെരി നൈസ് ഗൈ. ഇപ്പൊ ചിത്രയുടെ 3 ദിവസം ചിത്രയുടെ തല തിന്നു. 4ാമത്തെ ചിത്ര റെസിപ്രോക്കേറ്റ് ചെയ്തു. റെസിപ്രോക്കേറ്റ് ചെയ്തപ്പോഴും ചിത്രയുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്തിനെ എപ്പം കൊണ്ടുവരും ഞാനിത് വിനോദിനോടുള്ള വലിയ പ്രണയം കൊണ്ടൊന്നും അല്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊരു വാശിപ്പുറത്താണ് ഞാൻ വിനോദിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്ക് സഫലമാകാതിരുന്ന ആ പ്രണയത്തിന്റെ അതിന്റെ ഒരു വാശി. ഇതൊക്കെ നിങ്ങളുടെ ഡയലോഗാ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. യു സെഡ് ഇറ്റ് ചിത്ര അയ്യർ മാഡം. I never said these things. ഇതേ വാക്കുകൾ ഉപയോഗിച്ചത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന വെക്കാബിലറിയും ചിത്രം ഉപയോഗിക്കാറില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് വരെ എൻ്റെ തലതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞിട്ടില്ല? പിന്നെ എങ്ങനെ പറഞ്ഞത്? It was very simple. I just said yeah, okay. Okay. That's it. You are dispassionate. Yeah. Initially. Yeah, but he was a very sweet chap. Nice, very good looking. Everything. Handsome? Yeah, very handsome. അങ്ങനെ ചിത്ര വിവാഹിതയായി. ഹാൻസം ആയതുകൊണ്ടല്ല, അങ്ങനെ എൻ്റെ ചില കുശുംബി ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു, ഒരു ഭംഗിയുള്ളൊരു പൈലറ്റിനെ കണ്ടപ്പോഴത്തേക്കും നീ മറന്നു അല്ലേ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല, ആരൊക്കെയോ ഫ്രണ്ട്സ് പറഞ്ഞു. അതിനിപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കണം. അപ്പം അങ്ങനെയൊന്നുമല്ല. I knew that is over, that chapter is over. അപ്പം ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ്സ് ഓവർ. നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളാണ്. വിനോദിനോട് പറഞ്ഞോ, വിനോദേ ഞാൻ വലിയൊരു തീക്ഷ്ണമായ പ്രണയം കഴിഞ്ഞിട്ടാണ്? പിന്നെ അതൊക്കെ പറഞ്ഞു. വിനോദ് എന്ത് പറഞ്ഞു? He was very sympathetic. ഒരു കണക്കിന് നന്നായി കെട്ടാതിരുന്നെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുന്നുണ്ടാവും. അല്ല, he is very understanding. വിനോദ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു. ഇപ്പൊ വിനോദ് പറയുന്നുണ്ടാവും, നീ അവനെ കെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. I don't think so. We have a very nice in the relationship because ഭയങ്കര ഓപ്പൺ ആണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ്. ഈ പ്രാന്തൊക്കെ എങ്ങനെയാണ് വിനോദ് സഹിക്കുന്നത്? അത് അവനോട് ചോദിക്കേ. ഞാൻ നല്ല കുക്കാ. ആര്, വിനോദ്? ഞാൻ. Oh, you are a good cook also. Yes. Apart from cooking stories, you cook food also. I don't cook stories, my dear. That's your job. That's why I'm paid. Right. But I do. ഞാൻ പേ ചെയ്യാതെ ഞാൻ കുക്ക് ചെയ്യും. പ്രണയം അത് കഴിഞ്ഞു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക്. ഹിന്ദുസ്ഥാനി മ്യൂസിക് തുടങ്ങിയത് മൗറീഷ്യസ്. അതിലേക്ക് വിവരിക്കുന്നു. ചിത്ര അയ്യർ കുറച്ചുകൂടി മെച്ചുവേർഡായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ റിലേറ്റീവാണ്. ഇതുവരെ മെച്ചുവർ ആയിട്ടില്ല, പക്ഷേ കമ്പയർഡ് ടു യുവർ പ്രീവിയസ് അവതാരം മേ ബി. യാ, ആക്ച്വലി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ജോധ്പൂരിലേക്കാണ് പോയത്, രാജസ്ഥാൻ. അപ്പം അവിടെയാണ് ഞാൻ എൻ്റെ ഗുരുജീനെ പരിചയപ്പെട്ടത്. ആൻഡ് ഹീസ് എ ഫാദർ ഫിഗർ ഫോർ മീ. എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഐ ഫീൽ ലൈക്ക് ക്രൈങ്, ഒരുപാട് എന്നെ വിശ്വസിക്കുകയും എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യുകയും ചെയ്ത ഒരു ഗുരുവാണ്. ഹീസ് ദ വൺ ഐ കൺസിഡർ മൈ ഗുരു. ഐ മീൻ മ്യൂസിക്കൽ ഗുരു. എന്നെ ഒരുപാട് ചീത്ത പറയും, तू सुधरेगी नहीं, तू कभी रियाज नहीं करती, तू बेकार है എന്നൊക്കെ പറയുന്നത് ചീത്തയും പറയും. But still he loves me, yes, like a daughter. You have so much of emotions for him. Yes, he's like a father to me. Yes. And his kids are like my siblings to me.
യെസ്. ഒരുപാട് ഗസലുകൾ പാടുമായിരുന്നു ചിത്ര. അത് പണ്ടേ പാടുമായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴേ. ഗുരു എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനായിരുന്നു മെഹദി ഹസൻ. ആൻഡ് ഐ വാസ് ക്രേസി അബൌട്ട് മെഹദി ഹസൻ. ഐ യൂസ്ഡ് ടു ലിസൺ ടു മെഹദി ഹസൻ. പിന്നെ എന്തായിരുന്നു പാട്ട്? പിന്നെ ഗുലാം അലി, പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. ചിത്ര ഗുരുവിന് വേണ്ടി देख तू दिल के चाँद से उठता है, ये धुआं सा कहाँ से उठता है, देख तू दिल के चाँद से उठता है, ये धुआं सा कहाँ से उठता है. मेहदी हसन. ഗുലാം അലി, മെഹദി ഹസൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായി, ഞങ്ങൾ മൊറീഷ്യസിലുള്ളപ്പം എനിക്ക് അവിടുത്തെ ഒരു വലിയ ഫാമിലിയിൽ, പിന്നെ അവിടുത്തെ ഒരു വൺ ഓഫ് ദി ബിസിനസ് ഫാമിലീസ്, അവിടെ ഗുലാം അലീനെ ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് മെഹഫിലിന് ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം പാടുകയുണ്ടായി. ഇത്ര അടുത്തിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗുലാം അലീനെ, ഇത്ര അടുത്ത്. ഇറ്റ് വാസ് സച്ച് എൻ അമേസിങ് എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ലൈഫിൽ അത് എനിക്കിപ്പോഴും ക്ലോസ് മൈ ഐസ് ഐ കൻ റിമെമ്പർ ദാറ്റ് സീൻ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാട്ട് ഓർമ്മയുണ്ടോ? ഒരുപാട് പാട്ട് പാടി. ഹി സാങ് ഹിസ് യൂഷ്വൽ സോങ്സ് ഗുലാം അലി. ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ് ബിക്കോസ് അത്ര അടുത്തിരുന്ന് കേൾക്കാൻ പറ്റി. ആൻഡ് ഷോ ഇറ്റ് വാസ് അമേസിങ്. വിനോദിന് ചിത്രയോടുള്ള ഇഷ്ടത്തിന് കാരണം വിനോദിനോട് പറഞ്ഞത് വെച്ചാൽ ചിത്രയുടെ പേഴ്സണാലിറ്റി, രൂപം, ഭാവം ഇതിനേക്കാളൊക്കെ എന്നെ ഇഷ്ടപ്പെടുത്തിയത് ചില ഗസലുകളൊക്കെ എനിക്ക് പാടിത്തരുമായിരുന്നു. ആര്? വിനോദ്. ഇത് കള്ളത്തര. എന്താ വെച്ചാൽ വിനുവിന് ഗസൽ എന്താന്ന് തന്നെ അറിയില്ല. അതുകൊണ്ടായിരിക്കും മിക്കവാറും പുള്ളി കേട്ടത്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഗസൽ പാടിക്കൊടുത്തോണ്ടൊന്നുമല്ല. വിനുവിന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഗസൽ പാടിക്കൊടുത്തിട്ടൊന്നുമല്ല വിനോദ്. ഏത് പാട്ടാ വിനോദിന് പാടിക്കൊടുത്തത്? വിനുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് രജനീഗന്ധ എന്ന ഫിലിമിൽ നിന്നുള്ള സോങ് ആണ്. ഇറ്റ്സ് എ വെരി വെരി അതെ അതെ ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. रजनीगंधा फूल तुम्हारी महके